സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു കാരണവശാലും ഹജ്ജിന്റെ വാർഷിക തീർത്ഥാടനം രാഷ്ട്രീയമോ വിഭാഗീയമോ ആയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഈ ഉദ്ദേശത്തോടെ ആരെയും രാജ്യത്തേക്ക് കൊണ്ടുവരരുതെന്നും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. വിദേശ രാജ്യങ്ങളുടെ ഹജ്ജ് തീർത്ഥാടക കാര്യങ്ങളുടെ ഓഫീസുകളുടെ പ്രവർത്തന ചട്ടങ്ങളുടെ ഭാഗമായാണ് ഈ നിർദ്ദേശം. ഈ ഓഫീസുകളുടെ അംഗീകാരത്തിന് ആവശ്യമായ നിബന്ധനകളും വ്യവസ്ഥകളും മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നിരീക്ഷണ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ ചട്ടങ്ങളനുസരിച്ച് ലൈസൻസ് ഉള്ള ഓഫീസുകൾ അതത് രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാ തീർത്ഥാടകരുടെയും പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കണം. ഓഫീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ മന്ത്രാലയം തീരുമാനിക്കും. തീർത്ഥാടകർ രാജ്യത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഇലക്ട്രോണിക് രീതിയിൽ അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങൾ, പുസ്തകങ്ങൾ, പതാകകൾ, മുദ്രാവാക്യങ്ങൾ, രാഷ്ട്രീയ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ കൊണ്ടുവരുന്നത് തടയാനും ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പൊതു ക്രമസമാധാനം, പൊതുസുരക്ഷ, പൊതുജനാരോഗ്യം എന്നിവയെ അപകടപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളിലോ ഒത്തുചേരലുകളിലോ തങ്ങളുടെ തീർത്ഥാടകർ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ ഓഫീസുകൾക്കാണ് ഉത്തരവാദിത്തം. ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് അസ്ന അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നത് തുടരുമെന്നും സെപ്റ്റംബർ 3 ചൊവ്വാഴ്ചയോടെ ദക്ഷിണ അൽ ഷെർക്കയുടെ തീരത്ത് നിന്നും അപ്രത്യക്ഷമാകാനാണ് സാധ്യത എന്നും ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് അസ്ന നാളെ ഒമാൻ കടലിന്റെ ഗേറ്റ്വേയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുമ്പോൾ വ്യതിചലിക്കുമെന്നും സുൽത്താനേറ്റിന്റെ തീരം കടക്കില്ലെന്നും എല്ലാ സൂചകങ്ങളും കാണിക്കുന്നുണ്ടെന്നും സിവിൽ ഡയറക്ടർ ജനറൽ ഓഫ് മെട്രോളജി ഉറപ്പ് നൽകുന്നു എന്നും വ്യോമയാന അതോറിറ്റി ഡയറക്ടർ വ്യക്തമാക്കി. 1976 ശേഷം പടിഞ്ഞാറൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി. അസ്ന എന്ന് പേരിട്ടിരിക്കുന്ന കാറ്റ് ഇപ്പോൾ ഒമാൻ തീരത്ത് നിന്നും 900 കിലോമീറ്റർ അകലെയാണെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കൂട്ടിച്ചേർത്തു. ഖത്തറിൽ ട്രാഫിക് നിയമലംഘകർക്ക് നിലവിലുള്ള പിഴയും കുടിശ്ശികയും നൽകാതെ സെപ്റ്റംബർ 1 മുതൽ കര, വായു, കടൽ അതിർത്തികളിലൂടെ രാജ്യത്തു നിന്നും പുറത്തു പോകാൻ സാധിക്കില്ലെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ എക്സ് അക്കൗണ്ടിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ട്രാഫിക് പിഴയും കുടിശ്ശികയും മെട്രാഷ് 2 ആപ്ലിക്കേഷൻ, ആഭ്യന്തര മന്ത്രാലയം വെബ്സൈറ്റ്, ട്രാഫിക് വിഭാഗം ഓഫീസുകൾ, ഏകീകൃത സേവന കേന്ദ്രങ്ങൾ എന്നിവയിലൂടെ അടയ്ക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഖത്തർ പ്രഖ്യാപിച്ച പിഴ ഇളവ് ഓഗസ്റ്റ് 31 അവസാനിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 50% ഇളവോടെ ട്രാഫിക് പിഴ അടയ്ക്കാനുള്ള അവസരമാണ് ഇതോടെ അവസാനിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കാണ് പിഴ ഇളവ് ലഭിക്കുക. ജൂൺ 1 മുതൽ ആരംഭിച്ച ഇളവ് 3 മാസത്തേക്കായിരുന്നു പ്രഖ്യാപിച്ചത്. നിലവിലെ അവസരം ഉപയോഗപ്പെടുത്തി ആകെ പിഴയുടെ പകുതി തുക മാത്രം അടച്ച് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാം. നാളെ മുതൽ പിഴത്തുകയും കുടിശ്ശികയും മുഴുവനായും അടയ്ക്കേണ്ടി വരും. സൗദിയിൽ വാഹനാപകടത്തിൽ 2 ഇന്ത്യക്കാർ മരണപ്പെട്ടു. ജുബൈൽ ട്രാഫിക് പരിധിക്ക് പുറത്ത് അബു ഹൈദ്രിയ റോഡിൽ തബ്ലൈൻ പാലത്തിന് സമീപമുണ്ടായ അപകടത്തിലാണ് 2 ഇന്ത്യക്കാർ മരണപ്പെട്ടത്. മഹീന്ദ്ര പിക്കപ്പും മെഴ്സിഡസ് ട്രെയിലറും കൂട്ടിയിടിച്ചാണ് അപകടം. പിക്കപ്പിൽ യാത്ര ചെയ്തിരുന്നവരാണ് മരിച്ചത്. ട്രെയിലർ ഓടിച്ചത് പാകിസ്ഥാനി പൗരനാണ്. മൃതദേഹങ്ങൾ അൽനാരിയ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക നടപടികൾക്കായി പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ രംഗത്തുണ്ട്. സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ ചൊവ്വാഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയെ തുടർന്ന് മക്ക മേഖലയിൽ മിന്നൽ പ്രളയം, ആലിപ്പഴ വർഷം, ശക്തമായ കാറ്റ് എന്നിവയ്ക്കൊപ്പം സാമാന്യം നല്ല തോതിലുള്ള മഴ ലഭിക്കുമെന്ന പ്രവചനവുമുണ്ട്. റിയാദിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. മദീന, അൽബഹ, അസീർ, ജസാൻ, നജ്റാൻ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഖാസിം, ഹായിൽ, കിഴക്കൻ മേഖലകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിയ തോതിൽ മഴ ലഭിച്ചേക്കാം. ശക്തമായ മഴ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ പൗരന്മാരോടും താമസക്കാരോടും ജാഗ്രത പാലിക്കാനും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും വിവിധ മാധ്യമങ്ങളിലൂടെ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും പാലിക്കാനും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു. യുദ്ധക്കെടുതിയിൽ അകപ്പെട്ട ഗാസയിൽ പോളിയോ വൈറസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിന് പിന്തുണയുമായി UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ്
ഗാസയിൽ നടക്കുന്ന അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിന് സഹായമായി $50 ലക്ഷം നൽകുമെന്ന് UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഫലസ്തീനികൾ അനുഭവിക്കുന്ന ഗുരുതരമായ മാനുഷിക പ്രതിസന്ധികൾക്കിടയിൽ അവർക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ആശ്വാസം നൽകുന്നതിനുള്ള UAEയുടെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമാണ് ധനസഹായമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകാരോഗ്യ സംഘടന ഓഗസ്റ്റ് 23-നാണ് ഗാസയിൽ ഒരു കുട്ടിക്ക് ടൈപ്പ് 2 പോളിയോ വൈറസ് ബാധിച്ചതായി സ്ഥിരീകരിച്ചത്. ഇത് 25 വർഷത്തിനിടെ ഗാസ മേഖലയിൽ പോളിയോ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതാദ്യമായാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ലോകാരോഗ്യ സംഘടന, യൂണിസെഫ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹകരണത്തോടെ ഗാസയിൽ പോളിയോ നിർമ്മാർജ്ജന വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്താൻ തീരുമാനമെടുത്തത്. UAE വിസ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിടാൻ തീരുമാനിക്കുന്ന അനധികൃത താമസക്കാർക്ക് വിമാന ടിക്കറ്റിൽ കിഴിവ് അനുവദിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എമിറേറ്റ്സ്, ഇത്തിഹാദ്, എയർ അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള UAE എയർലൈനുകളുമായി ആശയവിനിമയം നടത്തിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവരും എന്നാൽ സാമ്പത്തിക ഞെരുക്കം നേരിടുന്നവരുമായവർക്കാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിക്കുക. ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എയർലൈൻ പ്രതിനിധികളുമായി നിരവധി ഏകോപന യോഗങ്ങൾ നടത്തിയതായും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി UAE വിടുന്നവർക്ക് നിരക്കിളവ് നൽകാമെന്ന് സമ്മതിച്ചു വിമാന കമ്പനികൾ നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ചു എന്നും ICP വ്യക്തമാക്കി. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 30 വരെ 2 മാസം നീണ്ടുനിൽക്കുന്ന പൊതുമാപ്പ് പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുന്ന നിയമലംഘകരിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള പിഴയോ ഫീസോ ഈടാക്കില്ലെന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ കിഴിവ് നൽകാനുള്ള അധികൃതരുടെ നീക്കം. ചൂട് കാലാവസ്ഥ പരിഗണിച്ച് പുറത്ത് ജോലിയെടുക്കുന്നവർക്ക് ഒമാൻ തൊഴിൽ മന്ത്രാലയം അനുവദിച്ച മധ്യാഹ്ന വിശ്രമം ഇന്ന് അവസാനിക്കും. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്കാണ് വിശ്രമം അനുവദിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയായിരുന്നു വിശ്രമം. ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു നിയമം കൊണ്ടുവന്നത്. ജൂൺ 1 മുതലാണ് നിർദ്ദേശം നിലവിൽ വന്നത്. എല്ലാ വർഷവും ചൂട് കനക്കുന്ന കാലാവസ്ഥയിൽ വിശ്രമ സമയം അനുവദിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകാറുണ്ട്. കഴിഞ്ഞ വർഷവും ജൂൺ മുതൽ ഓഗസ്റ്റ് അവസാനം വരെയായിരുന്നു വിശ്രമം അനുവദിച്ചിരുന്നത്. വിശ്രമ സമയം അനുവദിക്കാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികളാണ് അധികൃതർ കൈക്കൊണ്ടത്. നിയമലംഘനം നടത്തിയ നിരവധി കമ്പനികൾക്കാണ് തൊഴിൽ മന്ത്രാലയം പിഴ വിധിച്ചത്. 1000-ൽ പരം കമ്പനികളിലാണ് അധികൃതർ ഈ കാലയളവിനുള്ളിൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പരിശോധനകൾ നടത്തുകയും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തൊഴിലാളികൾക്കിടയിലും കമ്പനി അധികൃതർക്കിടയിലും ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. 100 റിയാൽ മുതൽ 500 റിയാൽ വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷയും ഇതിന് ശിക്ഷയായുണ്ട്. തൊഴിലാളികൾക്ക് വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്ത കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം വിശ്രമം അവസാനിക്കുമ്പോഴും ചൂട് കാലാവസ്ഥ തുടരുന്നത് തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ചില കമ്പനികൾ നിലവിൽ പുനർക്രമീകരിച്ച തൊഴിൽ സമയം അടുത്ത ആഴ്ചകളിലും തുടർന്നേക്കും.